നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് എനിക്ക് ഡിവോഴ്സ് കിട്ടിയതിൽ അനന്തപുരിയിൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. അനാമികമായിട്ട് നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവില് അങ്ങനെ ആ സന്തോഷ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ജാനകിയായിരുന്നു. തന്റെ മോൻ രക്ഷപ്പെട്ടു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ വിവാഹം നടത്തണം, അതും അവന്തികയായിട്ടുള്ള വിവാഹം നടത്തണം എന്നൊരു ചിന്ത. അങ്ങനെ പിന്നീട് മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് മുത്തശ്ശനോട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എടിപെടിന്നൊരു തീരുമാനം എടുക്കണ്ട, അവന്റെ മനസ്സിൽ എന്താ ഏതാന്നൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജാനകി അവന്റെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം, നന്ദു എന്ന് പറയുന്നവളെ ഒരു കാരണവശാലും കേട്ടാൽ ഞാൻ സമ്മതിക്കില്ല. അവൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല അച്ഛാ. ഇപ്പൊ അവന് ഫ്രീ ആണ്, എന്ത് വെള്ളം ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് അങ്ങനെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ജാനകി അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ജാനകിയും നന്ദുവിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുവാണെങ്കിൽ ഈ ബന്ധം ഉറപ്പായിട്ടും നടക്കേണ്ടതാണ്. സ്നേഹിക്കുന്നവര് തമ്മിലല്ലേ ഒന്നാവേണ്ടത്. അത് അവർക്ക് തോന്നി തുടങ്ങി. പക്ഷെ എങ്കില് ജാനകിക്കാണെങ്കിലും കനയ്ക്കും ഗോവിന്ദനൊന്നും മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞിട്ടും ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടെ അനി ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശാശ്വതം ആവില്ല എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന ജാനകിയോടൊക്കെ അത് പറഞ്ഞൊന്നും മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് അവന്തിക നാഗേന്ദ്രനെ കാണാൻ ചെല്ലുന്നുണ്ട്. നാഗേന്ദ്രനെ പോയി കണ്ട് നാഗേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഇനി എനിക്കിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആനന്ദപുരിക്കാരെ തകർക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം ഇതാണ്. അനിയനും ഞാനും തമ്മിൽ വിവാഹം നടക്കണം. അതൊക്കെ നടത്ത മോള് വിഷമിക്കണ്ട, ഡിവോഴ്സ് വരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. ഇനിയിപ്പം അനിയും മോളും തമ്മിലുള്ള ബന്ധം നടക്കും. അത് വേണ്ട എന്താന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞു. ഈ സമയം ജലജ ആള് മാറുന്നുണ്ട്. പഴയ ജലജയല്ല ഇനി വരാനായിട്ട് പോന്നെ. ജലജ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സച്ചിയുടെ അമ്മയാണ് ഇനി ജലജയായിട്ട് വരാനായിട്ട് പോകുന്നത്. പഴയ ജലജ ഇനി മാറുവാണ്. ഇനി ഇപ്പൊ ജലജയ്ക്കാണെങ്കിലോ എനിക്ക് ഡിവോഴ്സ് കിട്ടി. പക്ഷെ തന്റെ മോളെ വിവാഹം കഴിക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോ ജലജയ്ക്ക് സഹിച്ചില്ല. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്തൊക്കെ വന്നാലും ശരി അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടത്തണം എന്നൊരു ചിന്ത മാത്രം ജലജയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല എന്നൊരു തീരുമാനമൊക്കെ ജലജ എടുക്കുന്നുണ്ട്. പിന്നീട് അബയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അനഘ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അനഘ റിക്കവറായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അബി എന്ത് ചെയ്തു? അനേകയെ കാണാനായിട്ട് ഹോസ്പിറ്റലിനോട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് അബിക്ക് കാണാൻ പറ്റില്ല. അബിയുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അവളെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തീർത്ത് കളയണം എന്നൊരു ഉദ്ദേശം. അവൾ അധികം വൈകാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം തീർന്നു. നവ്യ ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ ബാക്കി വെച്ചേക്കില്ല. ആ ഒരു പേടിയായിരുന്നു അബിക്ക്. പക്ഷെ അബിയുടെ ആ പണി പാളിപ്പോയി. അവിടെ ചെന്ന് പഴയതുപോലെ തന്നെ അവളെ ഇല്ലാതാക്കാന്ന് ഓർത്ത് പോയതാ. പക്ഷെ അതിന് സാധിച്ചില്ല. അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അബി അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അബിയെ ഒരു കാരണവശാലും അകത്തേക്ക് ഏറ്റുവിടലെന്ന് ആദർശം നയനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബിയുടെ ഫോട്ടോസ് ഏതും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അബി അവിടേക്ക് ചെല്ലാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്കറിയായിരുന്നു. ഇതിനു മുമ്പ് അനഘയെ കൊല്ലാൻ ശ്രമിച്ച പോലെ ഇനി അവൻ അവിടെ വന്നിട്ട് ഒരുപക്ഷെ അനഘ റിക്കവർ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും എന്നുള്ള കാര്യം അറിയായിരുന്നു. അതുകൊണ്ട് അബിക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അബി ഗുണ്ടകളെ പോയി കാണുവാണ്. ഏത് വിധത്തിനും അവളെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം. അവൾ ഒരു കാരണവശാലും ഇനി സംസാരിക്കരുത്. ഇതിനു മുമ്പ് നമ്മുടെ പണികളൊക്കെ പാളിപ്പോയി. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് സേവിയർ ആ സത്യം കണ്ടുപിടിക്കുകയാണ്. നവ്യയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. അത് നമിതയുടെ ഫോണിൽ നിന്നും. അങ്ങനെ ആ കോള് വന്നു കഴിഞ്ഞപ്പോൾ സേവിയർ ആലോചിച്ചു, ഈ നമ്പറാണല്ലോ ആദർ സാറ് തന്നത്. ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ നവ്യയുടെ ഫോണിലേക്ക് അവർ കോള് വിളിക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്താണ് കണക്ഷൻ എന്നൊരു ചിന്ത. ഒടുവിൽ ആദർശനെ വിളിച്ചു. ആദർശനെ വിളിച്ചിട്ട് ആദർശനോട് കാര്യം പറയുന്നുണ്ട്. ആദർശ് സാറിന് ഒരു ഫോണിൽ നിന്ന് മെസ്സേജ് വരില്ലായിരുന്നോ?
പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ച്, അതായത് നന്ദു അപകടത്തിൽപ്പെട്ടിരിക്കുവാന്നും അതുപോലെ തന്നെ അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളും നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നിരുന്ന ആ അജ്ഞാത നമ്പർ, അതിനകത്തുനിന്ന് നവിക്ക് കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. നവ്യാണോ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു. അതൊരു പുതിയ അറിവായിരുന്നു ആദർശിന്. അവൾ എന്താ ഇങ്ങനെ മറിഞ്ഞിരുന്ന്? അല്ല, ഇനിയിപ്പം അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അവൾക്കത് തുറന്നു പറഞ്ഞാൽ എന്താ? അവൾ എല്ലാവരുടെയും ദേഷ്യമാണ് കാണിക്കുന്നേ. എന്നിട്ട് ആദർശം ഒന്നും അങ്ങോട്ട് പിടികിട്ടിയില്ല. പിന്നീട് നയനയോട് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നയന പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആദർശേട്ടാ, നവ്യേച്ചിക്ക് എന്തൊക്കെ ഒരു മാറ്റങ്ങളുണ്ട്. നവ്യേച്ചി പഴയതുപോലൊന്നും അല്ല. നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ആ ഉള്ളി നമ്മളോട് സ്നേഹമുണ്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത് ഒരു പക്ഷെ നവ്യേച്ചിയും കൂടെ ആണെങ്കിലോ? ഈ പറയുന്ന അജ്ഞാത നമ്പരിൽ നിന്ന് എത്രയോ വട്ടം ആദർശാണ് മെസ്സേജ് വന്നിരിക്കുന്നു. ആ മെസ്സേജ് വന്നുകൊണ്ടല്ലേ നമുക്ക് പലവട്ടം നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഇപ്പം ആ വലിയ ഡീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയല്ലേന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നില് നവ്യേച്ചി ആയിരിക്കുമോ എന്ന് ചോദിച്ചു. അധികം വൈകാതെ നമുക്ക് കണ്ടുപിടിക്കാം. സേവിയർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നീട് നവീനെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. പക്ഷെ നവീൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദുവിന്റെ പേര് വീട്ടിലും പറയാനും പറ്റില്ലല്ലോ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന ബന്ധമല്ല. എത്രയും പെട്ടെന്ന് തന്നെ അനിയും നന്ദു ഒന്നാണ്. പക്ഷേങ്കിൽ താനിപ്പം നന്ദുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ വീട്ടുകാർ നന്ദുവിന് വേണ്ടി വേറെ വിവാഹം ആലോചിക്കും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഇനിയിപ്പം തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നന്ദുവിനോട് അനിയോടും തുറന്നു പറയാം, തനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്നൊക്കെ. അല്ലെങ്കിൽ ഇനി അവരെ പറ്റിക്കുന്നത് ശരിയല്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ ഒടുവിൽ നന്ദുവിനെ അനിയനെയും കൂടെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് നവീൻ വിളിക്കുകയാണ്. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. നവീനോടൊപ്പമാണ് നന്ദുവും കൂടെ വരുന്നേ. അപ്പം അവർ തമ്മിലുള്ള കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുമല്ലേ. ഇനിയിപ്പോൾ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അത് മാത്രമല്ല, നന്ദുവിനോട് നോ പറയാനും പറ്റില്ല. നവീൻ്റെ അടുത്ത് നവീൻ ഇങ്ങനെ ഒരു കാര്യം നന്ദുവിനോട് പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന് എസ് മൂളാനേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടെൻഷൻ നന്ദുവിനുണ്ടായിരുന്നു. എന്താണെങ്കിലും അങ്ങനെ അവര് ഡിന്നറിന് പോയി. ഡിന്നറിന് അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നവീൻ ആ കാര്യങ്ങളൊക്കെ പറയണത്. അനിയോട് നവീൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു നിനക്ക് എന്നെ സംശയം ഉണ്ടെന്ന്. അനാമിയായിട്ടുള്ള ഡിവോഴ്സ് ഞാൻ വാങ്ങിത്തരില്ലെന്ന് നീ ഓർത്തല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്നോടൊപ്പം നിൽക്കണേന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അത് മാത്രമല്ല, നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഒരു നിമിഷം അനിയും നന്ദുവും ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് നവീൻ കാര്യങ്ങളൊക്കെ പറയാണ്, ഞാനിത് അറിഞ്ഞായിരുന്നു. പക്ഷെ നിനക്ക് എന്നോട് ഒരു വാക്കുകളും തുറന്നു പറയായിരുന്നു, അല്ലെങ്കിൽ നന്ദുവിന് തുറന്നു പറയായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. ഒരിക്കൽ പോലും നിങ്ങളത് പറഞ്ഞിട്ടില്ല. പറയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ നന്ദുവിനോടുള്ള ഇഷ്ടം അത് കൊണ്ടു നടക്കില്ലായിരുന്നു. മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞാനും. ഒരിക്കലും ഈ ആലോചനയായിട്ട് നന്ദുവിന്റെ വീട്ടിലേക്ക് പോലും പോവില്ലായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഒന്നുമല്ലേലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. പിന്നെ നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങി തരില്ല എന്ന് നീ ചിന്തിച്ചു. കാരണം നീ എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടെങ്കിലും നിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ ചതിക്കുമെന്നുള്ളത്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിച്ചേ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വക്കീലാന്ന് പറഞ്ഞാൽ പോലും കൊള്ളാവുന്ന കുറച്ച് ഫ്രണ്ട്സിൽ 2 പേരാണ് നിങ്ങൾ 2 പേരും. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ ഞാൻ എതിർക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ആ കാര്യം തീരുമാനിച്ച നിങ്ങളെ 2 പേരെ ഒന്നിപ്പിക്കണമെന്ന്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് വെറുതെ നിങ്ങളോട് പറഞ്ഞ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദുവിനും എനിക്കൊക്കെ ഭയങ്കര വിഷമായി. അനി പോയി നവീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എടാ സോറി ഇട്ടോടാ, നിനക്കറിയാവോ ഞാൻ എത്ര കാലമായി നന്ദുവിനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടെന്ന്. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അനാമിയായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു. പിന്നീട് അന്ന് മുതലുള്ള കഥകളൊക്കെ പറയാണ്. നവീന് സങ്കടമായി. നവീൻ പറഞ്ഞു, എടാ ഇത്രയൊക്കെ ആയിട്ടാണോ നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ മേലായിരുന്നോ? ഇത് ഇത്രത്തോളം വഷളാവുമായിരുന്ന കാര്യങ്ങൾ. പേടിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പം ആന്റിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും മുത്തച്ഛനൊന്നും സമ്മതിക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ അവർക്കറിയാവുന്ന കാര്യമാണ്, അമ്മയൊന്നും സമ്മതിക്കില്ല എന്ന്. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, ഇല്ല ഇനി എങ്ങാനും നവീനേൻ്റെ അമ്മ സമ്മതിച്ചാലോ? അങ്ങനെ സമ്മതിക്കത്തൊന്നുമില്ല നന്ദു. നിങ്ങൾ 2 പേരും ഒന്നാവണ്ടേ. സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നാവണ്ടേ. ഇതേ ചെലവുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞാൽ എന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പാപം ആദ്യമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നതാണ് നന്ദുവിനെ. എന്നിട്ടോ താൻ
തനിക്ക് അവളെ ഇഷ്ടമാന്നുള്ള കാര്യം പോലും താൻ പറഞ്ഞില്ല. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ നവ്യന്റെ മനസ്സിൽ ഇത്ര വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. അവന്റെ മനസ്സിൽ വിഷമമുണ്ടെന്നറിയാം. എന്നാലും തന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവനെ ത്യാഗം ചെയ്യുന്നേ. താൻ അവനെ തെറ്റിദ്ധരിച്ചു. അതൊന്നും പാടില്ലായിരുന്നെന്ന് ആകെപ്പാടെ എനിക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീടാണ് നവ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സേവ്യർ പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇത്ര നാൾ സഹായിച്ചുകൊണ്ടിരുന്ന നവ്യയാണ് ഇതിന്റെ പിന്നിൽ കളിക്കണേന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നവ്യ ചേച്ചി കളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നിരുന്നാ കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളികളും കാര്യങ്ങളും ഒന്നും നവ്യേച്ചിന് നടക്കത്തില്ല. അവനെ ഇട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. അധികം വൈകാതെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ജലജ പ്രതികാര ചിന്തയായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അനന്തപുരിക്കാരോടുള്ള. അപ്പൊ അതെന്തായതാന്ന് ഇങ്ങനെയൊന്നും അറിയില്ല. ഒരു പക്ഷെ ജാനയ്ക്കും അജയനും ഒക്കെ അറിയാവുന്ന എന്തെങ്കിലും സത്യങ്ങളും കാര്യങ്ങളും ആ കുടുംബത്തിൽ കാണും. അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. നാഗേന്ദ്രൻ ആ വീട് വിട്ടിറങ്ങാൻ കാരണം അതാണ്. അതെന്താന്ന് നമുക്ക് കണ്ടറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.